എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബോറായിട്ടാ തോന്നി. കാണുമ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്തെന്ന് കാണാനുള്ള ഒരു ഇതുണ്ടല്ലോ, അത് തോന്നിയില്ല. ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്ന പോലെ തോന്നി. ആക്ടിങ് ആയിരുന്നു, ഒരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള ഒരു ഇതുണ്ട്. Vikram is always a good actor. He's done his best. Oscar, I don't know. Okay. എടുത്തു പറയാനായിട്ട് വിക്രമിന്റെ അഭിനയം തന്നെയാണ്. അഭിനയം വേറെ ലെവല്. ക്ലൈമാക്സ് മാത്രം ചെറിയൊരു ലാഗ്. ആ ഒരു പ്രതീക്ഷിച്ചതിന്റെ അത്ര കിട്ടിയില്ല. അല്ല, വലിയ ലാഗില്ല, എന്നാലും സെറ്റാണ്. കൊള്ളാം. വലിയ രസം, വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബോറായിട്ടാ തോന്നി. അത് കൊള്ളാം, അതെല്ലാം കൊള്ളാം, കുഴപ്പമില്ല. എല്ലാരും ഇൻഡിവിജ്വലി നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഹോൾ സ്റ്റോറി ഭയങ്കര ലാഗ് അടിക്കുന്ന പോലെ തോന്നി. എനിക്ക് സ്റ്റോറി ഡീപ് സ്റ്റോറി ആയിരിക്കും ഒന്നിൽ കാണും. പക്ഷെ നമുക്ക് ഇരുന്ന് കാണുമ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്തെന്ന് കാണാനുള്ള ഒരു ഇതുണ്ടല്ലോ, അത് തോന്നിയില്ല. ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്ന പോലെ തോന്നി. അല്ലാതെ ഇൻഡിവിജ്വലി പാർവതിയും വിക്രമും ഒക്കെ ഭയങ്കര പൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ടിങ് സൂപ്പർ ആയിരുന്നു, ഒരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ പാർവതിയും സൂപ്പർ ആയിട്ട് അഭിനയിച്ചു. ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ ബിജി ഒക്കെ സൂപ്പർ ആയിരുന്നു. വിക്രം നന്നായിട്ട് ആക്ട് ചെയ്തായിരുന്നു. നല്ല പാർവതി കൊള്ളായിരുന്നു, മാളവികയും കൊള്ളായിരുന്നു, സൂപ്പർ ഇതായിട്ട്. അഡ്വഞ്ചറസ് ആണ്, പിന്നെ ഫാന്റസി ഡ്രാമ അതെല്ലാം ഉണ്ട്. പിന്നെ കാസ്റ്റിംഗ് ആയാലും അവരുടെ ഡ്രസ്സിങ് കോസ്റ്റ്യൂംസ് ഒക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. പെർഫോമൻസ് എല്ലാം കൊള്ളാം. നമുക്ക് ആ ഒരു എന്തു പറയാൻ, ഒരു ആദിവാസി പോലത്തെ ഒരു സെറ്റപ്പ് നമുക്ക് അത് ഫീൽ ചെയ്യും. നല്ലോടാ, കൊള്ളാം. ഗംഭീരമാണ്. വിക്രമിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. എല്ലാവരും കൊള്ളാം. ഭയങ്കര ഡീപ്പ് പടമാണ്, മൊത്തത്തിൽ അടിപൊളിയാണ്. എനിക്കങ്ങനെ തോന്നിയില്ല. എനിക്ക് ഭയങ്കര ഹാർഡ് കോർ പടമായിട്ട് തോന്നി. എല്ലാം സൂപ്പറാണ്. ഇല്ല, ഇൻട്രസ്റ്റിംഗ് ആണ്. ഗോൾഡ് മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടാണ്ട് കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. ചെയ്യാൻ്റെ പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. CG വർക്ക് കൊള്ളാം. ഒരു ലെപ്പാൻ്റെ സീനൊക്കെ ഉണ്ട്, എല്ലാം നല്ല അടിപൊളിയാണ്. ഇല്ല, ലാഗ് ഫീൽ ചെയ്യില്ല. കാര്യം ഇത് ആ ഒരു ടൈപ്പ് ഒരു സ്റ്റോറിയാണ്. നമ്മളത് പിടിച്ചിരുത്തും, കുറച്ച് ത്രില്ലിംഗ് ആണ്. അങ്ങനെ ഒരു സംഭവം കൊള്ളാം, നല്ലായിരുന്നു. നല്ല ടോട്ടലി നല്ല പടം, അടിപൊളിയല്ലേ. പെർഫോമൻസ് അല്ലാതെ ഇത് പാരഞ്ജിത്തിന്റെ ഫിലിം ആണെങ്കിൽ എന്താ പറയാ, ആ വേറെ ലെവലിലൊക്കെ ചെയ്യാറുണ്ട്. ആ പാട്ടുകൾ അടിപൊളിയായിരുന്നു. പടം കൊള്ളാം കേട്ടോ, വേറെ ലെവല് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും കൊള്ളാം കേട്ടോ, സ്റ്റോറി അല്ല, നല്ല കൊള്ളാം. തുടങ്ങുന്ന മോഹൻലോട്ട് അവസാനം വരെയും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. എടുത്തു പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ്, ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ നല്ല ടോപ്പ് ക്വാളിറ്റി സാധനമോ, നല്ല മേക്കിംഗ് ലെവലാണ്. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്രം ആസ് യൂഷ്വൽ അതിഗംഭീരം. പിന്നെ പുള്ളിയുടെ കൂടെ എന്താ പറയാ, ബാക്കി സപ്പോർട്ടിങ് ആക്ടേഴ്സ് എല്ലാം കൊള്ളാം. പിന്നെ മാളവിക മോഹൻ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയാ, വിക്രത്തിന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ പിന്നെ നോട്ടീസ് ചെയ്യുന്ന പെർഫോമൻസ് മാളവികയുടെ ആയിരിക്കും. ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ആണ്. പിന്നെ വിക്രത്തിന്റെ മകനായിട്ടൊരു പുള്ളി വരുന്നുണ്ട്, ഒരു ടീനേജർ പുള്ളിയാന്ന് തോന്നുന്നു. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. ഓവറോൾ ഇത് നല്ല രസമാണ്. നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ നല്ല എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു പടം തന്നെയാണ്. അടിപൊളി സിനിമ. ഡിവിഷൻ മേക്കിംഗ് എല്ലാം കൊണ്ടും ഒരു പാരഞ്ജിത്ത് സിനിമയാണ്. പെർഫോമൻസ് ഓൾറെഡി എല്ലാവരും ടോപ്പ് നോച്ച് പെർഫോമേഴ്സ് ആണ്. വിക്രം ആയാലും മാളവിക ആയാലും എല്ലാം കൊണ്ടും ഒരു വെരി ഗുഡ് വെൽ മെയ്ഡ് ഫിലിം. ഒരു വലിയ ലാഗ് പാരഞ്ജിത്ത് സിനിമകൾ ഡിമാൻഡ്സ് എ ലാഗ്. ആ ഒരു പ്രോസസ്സിൽ കൂടെ പോയാലേ ഉള്ളൂ ക്ലൈമാക്സിലെ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ മേ ബി കോമൺ ഓഡിയൻസിന് അങ്ങനെ ഫീൽ ചെയ്യുമായിരിക്കും. ബട്ട് നമുക്കൊരു പാരഞ്ജിത്ത് സിനിമ കാണാൻ വരുമ്പം നമുക്കറിയാം എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് ബ്രില്യന്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ട് ഇതൊന്നും ഇഷ്ടപ്പെട്ടു. പൊതുവെ വിക്രമിന്റെ കുറച്ചു കാലം ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പടം. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സ്റ്റോറി മേക്കിംഗ് ഇതുവരെ കാണാത്തൊരു ശൈലിയിലാണ് പടം എടുത്തിരിക്കുന്നത്. ഒരു ഫാന്റസി എലമെന്റ്സ് ഒക്കെ ചേർത്തിട്ട്, കാരണം ഒരു ഹിസ്റ്റോറിക്കൽ മൂവി എന്ന് വിചാരിച്ചാണ് നമ്മൾ കാണാൻ വന്നത്. സത്യം പറഞ്ഞ ഫാന്റസിയും മിത്തോളജിക്കൽ എലമെന്റ് എല്ലാം കൂടെ ചേർന്നിട്ട് പടം സൂപ്പറായിരുന്നു. പെർഫോമൻസ് വൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് കാരണം കാസ്റ്റിംഗ് മൊത്തത്തിൽ പൊളിയാണ്. കാരണം എന്ന് പറയുമ്പോൾ ആരെയും ആവശ്യമില്ല കാസ്റ്റ് ചെയ്തിട്ടില്ല, എല്ലാവരും പക്കാ പെർഫോമൻസ് ആണ്. എല്ലാവരും പാർവതി തന്നെ, പാർവതിയുടെ ക്യാരക്ടർ വന്നിട്ട് സൂപ്പറായിരുന്നു. കാരണം വിക്രമിന്റെ പറയണ്ടല്ലോ, വിക്രമിന്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ക്യാരക്ടർ അതിനെ
എത്രത്തോളം മികച്ചതാക്കാൻ പറ്റും അത്രത്തോളം മികച്ചതാക്കും. പാർവതി വന്നിട്ട് അവര് തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നത്. കാരണം ഈ സ്ലാങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പാർവതി തമിഴ് അറിയാന്നുള്ളവർക്ക് എങ്ങനെയും പറഞ്ഞു. അപ്പൊ പാർവതി ഓൺ വോയിസിൽ അത് ഡബ് ചെയ്തത് കേട്ടപ്പോ എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നുന്നു, പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു. പിന്നെ സ്റ്റോറി, കാരണം ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോറി എന്താന്ന് മനസ്സിലാവില്ല, ഫാസ്റ്റ് ആയിട്ട് പടം പോകും. പക്ഷെ ലാഗ് എന്ന് പറയുന്ന സംഭവമില്ല. നമ്മൾ ഈ ഫസ്റ്റിലെ പടം തുടങ്ങുന്നത് തന്നെ ത്രില്ലടിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു ഇരിപ്പ് നമ്മളങ്ങ് ഇരിക്കും. ഇന്റർവെല്ലൊക്കെ ആയപ്പോഴത്തേക്കും പടം കുറച്ചുകൂടി ഇന്റർവെല്ല് ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് തോന്നുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് കഥയിലോട്ട് പടം വന്നു. അപ്പോഴാണ് കഥയിലോട്ട് കയറിയത്. അപ്പോഴത്തേക്കും ചെറിയൊരു സ്ലോ വന്നു. എന്നാലും പെർഫോമൻസ് വൈസ് എല്ലാവരുടെയും എനർജറ്റിക് ആയ പെർഫോമൻസ് ആണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലാഗും ഫീൽ ചെയ്യത്തില്ല. ആദ്യം തുടങ്ങുന്ന കണക്ക് തന്നെ ക്ലൈമാക്സ് വന്നിട്ട് സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് രണ്ടും എടുത്തു. കാരണം ആ പടത്തിന്റെ ആ ഒരു സെൻസ് ലാസ്റ്റ് വരെ നിലനിർത്തുന്ന രീതിയിലാണ് സിനിമാറ്റോഗ്രാഫി. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ആ പഴയ കാലഘട്ടത്തിലെയും ട്രൈബൽ ആൾക്കാരാണ്. അപ്പൊ അവരുടേതായ മേക്കപ്പും കോസ്റ്റ്യൂംസ് ഒക്കെ കറക്റ്റായിട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ പാരഞ്ജിത്തിന്റെ സ്റ്റോറി പറയാമല്ലോ, പുള്ളി എത്രത്തോളം അങ്ങനെയാണ് ചെയ്യുന്നതെല്ലാം അങ്ങനെയാണ് പുള്ളി ചെയ്യുന്നത്. പെർഫോമൻസ് വൈസ് വിക്രമിന്റെ പടമാണ്. കാരണം വിക്രമേ ഉള്ളു പടത്തിൽ. പാരഞ്ജിത്തിന്റെ മേക്കിങ്ങിൽ പുള്ളി എത്രത്തോളം പ്രശംസിച്ചാലും അത് മതി വരില്ല. കാരണം എന്ന് പറയുമ്പോ ഒരു ഡിഫറെന്റ് മേക്കിംഗ് ആണ്. കാരണം ഇങ്ങനെ ഒരു സ്റ്റോറിയിൽ ഈ ഫാന്റസി എലമെന്റ് കയറ്റുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഹോളിവുഡ് പടം കാണുമ്പോൾ പോലും നമുക്ക് ചിലതൊക്കെ ഒരു ക്രിഞ്ചായിട്ട് തോന്നും. ഇത് അങ്ങനെയല്ല. കാരണം കുറച്ച് മിത്തോളജിക്കൽ സംഭവം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് സിങ്ക് ആവും. കാരണം ആ സ്റ്റോറിയുമായിട്ട് അത് നന്നായിട്ട് സിങ്ക് ആവും കാണുന്നവർക്ക്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം അതാണ്. എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി ഈ സ്റ്റോറിയിൽ ഇത്രയും നന്നായിട്ട് ഈ ഫാന്റസി എലമെന്റ്സ് കയറ്റുമ്പോൾ. കാരണം നമ്മൾ പ്രതീക്ഷ വരുന്നതെല്ലാം നമുക്ക് കിട്ടുന്നത് എന്തായാലും പടത്തിൽ അത് ഉറപ്പാണ്. എന്തായാലും മസ്റ്റായിട്ട് ഈ പടം കണ്ടിരിക്കും. കാരണം നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഫാന്റസി ഒക്കെ ഉണ്ടായിരിക്കും തോന്നും. പക്ഷെ അതൊന്നും അല്ല പടത്തിൽ. അതിനേക്കാളും ഭയങ്കര സംഭവങ്ങളാണ് ഉള്ളത്. ക്ലൈമാക്സോട് അടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ആ കാര്യം ഇത് മനസ്സിലാവും പടം കണ്ടത്. കാണാറുള്ളതാണ്. പാരജിത്ത് എന്ന് പറയുമ്പോൾ പാരജിത്തിന്റെ അവിടെ ചെന്നൈ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് അവരുടെ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരു ബുദ്ധിസം, കാസ്റ്റ്, ഓപ്പറേഷൻ ആ ഒരു പ്ലോട്ടിലുള്ള ആ ഒരു ത്രെഡിലുള്ള സിനിമ മെഗാ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിക്രമിനെയും അതുപോലെ തന്നെ പാർവതിനെയും ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തും. ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിന്റെ പൊളിറ്റിക്സ് ഒപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ സിനിമകൾ ഇത്ര വലിയ സ്റ്റാറുകൾ വെച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഓഡിയൻസിലേക്കും കൂടുതൽ ലാംഗ്വേജിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. അത് നല്ലൊരു പ്രവണതയാണ്. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇറങ്ങിയത് ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു. മേക്കിംഗ് ഇന്റർനാഷണൽ ലെവലിൽ മേക്കിംഗ് ആണ്, നല്ല മേക്കിംഗ് ആണ്. അതുപോലെ നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT പ്ലാറ്റ്ഫോം സ്ട്രീമിംഗ് പാർട്ണർ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി അറിയാമല്ലോ എന്തായിരിക്കുന്നത്. നല്ല ഭയങ്കരമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്. ഒരു ഫിക്ഷനും ഒരു റിയാലിറ്റിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. നല്ലതാണ്, നല്ല രസമുണ്ട് അതിന്റെ ഡയലോഗും അതുപോലെ തന്നെ എല്ലാവരുടെ ആക്ടിങ്ങും പാർവതിയുടെ അഭിനയം അതുപോലെ തന്നെ എല്ലാം വളരെ നല്ലതാണ്. കൊറിയോഗ്രാഫി, സാൻഡി മാസ്റ്റർ എല്ലാം നല്ലതാണ്.